ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. 2009 മോഡൽ വണ്ടിയാണ്. ഇത് ഏകദേശം 1,27,000 മീറ്ററിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ജെന്യൂൻ അല്ല, കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുണ്ട്. നേരത്തെ നമ്മളൊരു ഇന്നോവയിൽ ചെയ്ത അതേ സിറ്റുവേഷൻ തന്നെയാണ്. ക്ലച്ച് നല്ലോണം ഹാർഡുണ്ട്, അതുപോലെ തന്നെ നല്ലോണം റേസും ആകുന്നുണ്ട്. വണ്ടി നമ്മളൊന്ന് തേർഡ് ഗിയറിലിട്ടിട്ടൊന്ന് ചവിട്ടി കഴിഞ്ഞാൽ 60-80 അതിൻ്റെ മേലെ പോകുന്നില്ല. എഞ്ചിൻ റേസാകുകയല്ലാതെ വണ്ടി ഒട്ടും തന്നെ നീങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് ക്ലച്ച് മാറാനുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ വാൾ കവർ ലീക്ക് ഉണ്ട്. അതുപോലെ നമുക്ക് ഓയിൽ സർവീസും ഉണ്ട്. വാൾ കവർ ഹെവി ആയിട്ട് ലീക്ക് ആകുന്നുണ്ട്, അതെന്താണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ പിന്നെ കസ്റ്റമറുടെ മെയിൻ കംപ്ലയിൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി ഇങ്ങനെ റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തേർഡിലൊക്കെ ഇട്ടിട്ടൊന്ന് പയ്യെ കാല് കൊടുക്കുമ്പോൾ ബോഡി മൊത്തം കിടന്ന് വറന്ന് പറഞ്ഞ് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ മൗണ്ട് നല്ലോണം വീക്കല്ല, ഒരു ലെവലിൽ വീക്കായിട്ടുണ്ട്. നല്ലോണം വീക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം വൈബ്രേഷൻ വന്നിട്ടുണ്ടാവും. അത് അത്രയില്ല, ചെറിയൊരു വീക്ക് ഉണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ബെഡും ഗിയർ ബോക്സ് ബെഡും മാറണം, ക്ലച്ച് സെറ്റും മാറണം, വാൾ കവർ പാക്കിങ് മാറണം, പിന്നെ സർവീസ് 1:30 സർവീസ് നമ്മൾ ഇതിനകത്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാൾ കവറാണ് അഴിക്കാൻ പോകുന്നത്. വാൾ കവർ നമ്മൾ ഒറിജിനൽ തന്നെ മേടിച്ചിട്ട്, പിന്നെ എഞ്ചിൻ ബെഡും ഗിയർ ബോക്സും വരുന്നുള്ളൂ, സാധനം കിട്ടിയിട്ടില്ല. പിന്നെ ക്ലച്ച് ഇടുന്നത് ലൂക്കിൻ്റെ ക്ലച്ചാണ് നമുക്ക് വാൾ കവർ ഈ സൈഡിൽ നിന്നാണ് ഹെവി ആയിട്ട് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സൈഡ് മാത്രമല്ല, ഫുള്ളായിട്ട് തന്നെ ഉണ്ട്. വാൾ കവർ അഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിലൊക്കെ ഇതഴിക്കണം, മാനിഫോൾഡിൻ്റെ പൈപ്പ് അഴിക്കണം, പിന്നെ എല്ലാം നോസിലിൻ്റെ ഹോസ് അഴിക്കണം. അതിനുശേഷം ഇതിൻ്റെ ഒരു സീല് വരുന്നുണ്ട്. ആ സീല് കംപ്ലീറ്റ് അഴിച്ചാൽ മാത്രമേ നമുക്കത് ഈസിയായിട്ട് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് അഴിച്ചാൽ അത് മാറാം. വാൾ കവർ പാക്കിങ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, ടൊയോട്ടയുടെ ഒറിജിനൽ പാർട്സ് തന്നെയാണ്. 1,750 രൂപ വരുന്നുണ്ട് ഇതിന് ചാർജ്. അതായത് സാധാ ലോക്കൽ കിട്ടാനുണ്ട് 250 രൂപ വരുള്ളൂ. പക്ഷേ അത് ഭയങ്കര ഹാർഡായിരിക്കും, നമുക്ക് ഇട്ടാലും ലീക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഇതാകുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 1.5 ലക്ഷം കിലോമീറ്റർ വരെ ആ ഭാഗം നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഓയിൽ ഫിൽറ്റർ തന്നെയാണ് എടുത്തിരിക്കുന്നത്, ടൊയോട്ടയുടെ ഒറിജിനൽ. അതുപോലെ നമ്മൾ ക്ലച്ച് എടുത്തിരിക്കുന്നത് ലൂക്കയുടെ ക്ലച്ചാണ്. അത് വന്നിട്ട് 6,185 രൂപ MRP റേറ്റ് വരുന്നുണ്ട് ലൂക്കിൻ്റെ. വരുന്നത് ലൂക്ക്, XD, ANL എന്ന് പറഞ്ഞൊരു കമ്പനി വരുന്നുണ്ട്. ആ 3 കമ്പനിയാണ് ടൊയോട്ടയ്ക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ബെസ്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് ലൂക്കാണ്. നമ്മൾ നമുക്ക് ഉപയോഗിച്ചതിൽ കിട്ടിയതിൽ ലൂക്ക് തന്നെയാണ് ബെസ്റ്റ്. എന്താ വെച്ചാൽ അത്രയും ക്ലച്ച് പെഡൽ ഭയങ്കര ഫ്രീ ആയിരിക്കും. ഈ ഒരു ക്ലച്ച് സെറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേ കാലത്തിന് നമുക്ക് ആ ഒരു ഫ്രീനെസ് കിട്ടും. ഒരു 30,000-40,000 കിലോമീറ്റർ വരെയൊക്കെ ആ ഫ്രീനെസ് എന്തായാലും കിട്ടും അതിനകത്ത്. പിന്നെ ഇതാണ് റിലീസ് ബെയറിങ്. നമ്മളത് ടെക്സ്പിൻ പറഞ്ഞിട്ടൊരു കമ്പനിയിലാണ് എടുത്തിരിക്കുന്നത്. അതും ബ്രാൻഡഡാണ്. 1,250 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വരാനുള്ളത് എഞ്ചിൻ ബെഡും ഗിയർ ബോക്സ് ബെഡും ഇതിനകത്ത് വരാനുണ്ട്. എന്തായാലും ഒറിജിനൽ തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് വന്നിട്ട് നമുക്ക് ഇതിനകത്ത് കയറ്റാം. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് എഞ്ചിൻ മോഡ്. നമ്മൾ ഗിയർ ബോക്സ് അഴിച്ച് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. അത് മുകളിൽ നിന്ന് വന്ന ലീക്ക് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അടിയിൽ വേറെ ലീക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഫിംഗർ ഫുള്ള് ഡാമേജ് ആണ്. അതുകൊണ്ടാണ് അത്രയും ഹാർഡായിരുന്നത് അതിൻ്റെ ക്ലച്ച് പെഡൽ. അതുപോലെ നല്ലോണം റേസ് ആകുന്നുണ്ട്. ഞാനിത് അഴിച്ചിട്ട് കാണിച്ചു തരാം, റേസ് ആകുന്നത് എന്താണെന്നുള്ളത് അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് റിലീസ് ബെയറിങ് ഇതിനകത്ത് നമുക്ക് മാറ്റണം. കണ്ടോ, റിലീസ് ബെയറിങ് അത്യാവശ്യം നല്ല ഷെയ്ക്കായിട്ടുണ്ട്. അതുപോലെ നല്ല സൗണ്ട് ഉണ്ട്, അല്ലേ, നല്ല സൗണ്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിലീസ് ബെയറിങ് നമുക്ക് മാറ്റാം അതിനകത്ത്. പിന്നെ നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ കിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാക്കും. ആ സൗണ്ട് ഉണ്ടാക്കുന്നത് ഈ ഇരിക്കുന്ന ബോളുണ്ട്, ഇവിടെ ഒരു ബോൾ മാതിരി ഇതാണ്, അത് സീറ്റിംഗ് ആയിരിക്കുന്നത്. അവിടെ റെസ്റ്റ് വരുമ്പോഴാണ് ആ സൗണ്ട് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ തന്നെ ടൊയോട്ട തന്നെ കറക്റ്റായിട്ടൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ടിൻ്റെ ഗ്യാപ്പ് കണ്ടില്ലേ, ഇതിൽ കൂടെ WD-40 ആ നോബ് ഇട്ടുകൊണ്ട് ഉള്ളിലേക്ക് സ്പ്രേ അടിച്ചാൽ മതി. കറക്റ്റ് മറ്റേ ബോളിൻ്റെ അവിടെ തന്നെ ബോൾ ഇറങ്ങിയാണ്. വേണ്ട, നമ്മളിതിൽ കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണുന്ന ആ ബോളാണ്, കണ്ടില്ലേ. ആ ബോളിലേക്ക് കറക്റ്റ് സ്പ്രേ ആകുമ്പോൾ അവിടെ ലൂബാവുന്ന സമയത്ത് പിന്നെ നമുക്ക് ക്ലച്ച് ഓട്ടുമ്പോൾ ആ സൗണ്ട് ഇതിനകത്ത് വരില്ല. അപ്പോൾ അതടക്കം നമ്മൾക്ക് കറക്റ്റായിട്ടാണ് ഇതിൽ ബൂട്ടിലടക്കം ബോൾ കൊടുത്തിരിക്കുന്നത് തന്നെ. നമുക്ക് അടിക്കാൻ ഈസി ആയിട്ട് കണ്ടില്ല. ഇതിനുള്ളിൽ റെസ്റ്റ് വരും. കൂടുതൽ ഇങ്ങനെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെസ്റ്റ് വരും. നമുക്ക് ഇനിയിപ്പോൾ കയറ്റുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ആ പോയിന്റിലൊക്കെ ഫുള്ള് ഗ്രീസ് ഇട്ടിട്ട് കയറ്റുമ്പോൾ പിന്നെ കുറച്ച് കാലത്തേക്ക് ആ സൗണ്ട് വരില്ല. പിന്നെ ഒരു 10-30,000 കിലോമീറ്ററൊക്കെ ഓടുമ്പോൾ വീണ്ടും സൗണ്ട് വരാൻ സാധ്യത കൂടുതലാണ്. ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് WD-40 അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ക്ലിയർ ആകും. അതിനുവേണ്ടി നമുക്ക് ഗിയർ ബോക്സ് ഇറക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ സൗണ്ടിന് വേണ്ടിയിട്ട് ഈ ഭാഗത്തുനിന്ന് മാത്രമേ സൗണ്ട് വരികയുള്ളൂ, വേറൊരു ഭാഗത്തുനിന്നും ആ ഒരു സൗണ്ട് വരില്ല. പിന്നെ നമ്മൾ ക്ലച്ച് വിടുമ്പോൾ കട ഇതിനകത്ത് വരില്ല, കോളേജിനകത്താണ് കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത്. ക്ലച്ച് നമ്മൾ ഫുള്ള് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെഡൽ കാലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട എന്ന് പറഞ്ഞാൽ അടിക്കും. അത് ഈ റിലീസ് ബെയറിങ് ഷെയ്ക്ക് ആയതുകൊണ്ടാണ് അത് ആ ഒരു സൗണ്ട് വരുന്നത്.
മനസ്സിലായില്ലേ? ഫ്ലൈ വീലിന് വലിയ അടി വന്നിട്ടില്ല, ബെയറിങ്ങും കുഴപ്പമില്ല. എപ്പോഴും നമ്മൾ തിരിച്ച് കയറ്റുമ്പോൾ ഈ ബെയറിങ് മസ്റ്റായിട്ട് നോക്കണം. ഈ ബെയറിങ് എന്തെങ്കിലും ഒരു ചെറിയൊരു ടൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഗിയർ ഇടാൻ ഭയങ്കര ടൈറ്റായിരിക്കും. അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കയറ്റിയാൽ മതി. ഇതിൽ വന്നിരിക്കുന്നത് ക്ലച്ച് വന്നിട്ട് XTയുടെ ആണ്. XTയുടെ ക്ലച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇത് മാറ്റിയതാണ് കേട്ടോ, അല്ലാതെ ടൊയോട്ടയുടെ അല്ല. നോക്കട്ടെ, ഇത് മാറ്റിയതാണ്, ടൊയോട്ടയുടെ അല്ല. XTയുടെ ക്ലച്ച് ഇവർ ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് കംപ്ലീറ്റ് സ്ലിപ്പായി തുടങ്ങി ഇതിനകത്ത്. ഉണ്ടോ? നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് മാറ്റിയത് കൊണ്ട് പിന്നെ നമുക്ക് ബ്രേക്ക് ഡൗണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ സൈഡാണ് കൂടുതൽ തേയ്മാനം വന്നിരിക്കുന്നത്. ആ ഇൻഡിക്കേഷൻ മാർക്ക് കംപ്ലീറ്റും തീരാനായി. ഇതൊരു മാറ്റിയിട്ടുണ്ട്. XTയുടെ ക്ലച്ചാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതിൽ കാണുന്നില്ല, XTനെ ഒന്നും തോന്നുന്നുണ്ട്. ചില ടൈമുകളിലൊക്കെ ഈ ക്ലച്ച് മാറ്റാതെ ഇത് മാത്രം അടിച്ചിടും, ഈ പ്രഷർ പ്ലേറ്റ് തന്നെ. ആ സമയത്ത് ഇടുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര ഹാർഡായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്നാലും നമുക്ക് പുതിയത് മാറ്റാം. പുതിയത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ലൂക്കിൻ്റെ സാധനമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ക്ലച്ച് സെറ്റ് ലൂക്കിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇത്രത്തോളം തിക്നെസ് ആഴം അതിനകത്ത് വേണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്ലച്ച് സെൻറ്ററിങ്ങും വരുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. എന്താ വെച്ചാൽ വേറെ നമുക്ക് ക്ലച്ച് സെൻറ്റർ തേടി പോകേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് ഇട്ട് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗിയർ ബോക്സ് കയറാൻ ഭയങ്കര ഈസി ആയിരിക്കും. എന്തായാലും നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് ഇപ്പോൾ നമ്മൾ അഴിച്ച ബെഡ്, എൻജിൻ ബെഡ് 3 എൻജിൻ ബെഡും ഗിയർ ബോക്സ് ബെഡും. ഇതിലല്ലേ ക്രാക്ക് വന്ന് വീക്കായിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് അത്രയ്ക്കങ്ങ് മുട്ടിയിട്ടില്ല, എന്നാലും അതിൽ ക്രാക്ക് ആയിട്ടുണ്ട് 2 ബെഡ്. അതുകൊണ്ടാണ് ആ ഒരു ഗിയറിൽ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഐഡ്ലിങ്ങിൽ സൗണ്ട് ഉണ്ടാവില്ല. ഇങ്ങനെയാകുമ്പോൾ ഐഡ്ലിങ്ങിൽ സൗണ്ട് വരില്ല. റണ്ണിങ്ങിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ബ്രറെന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ട് ഇതിനകത്ത് വരും. ഇത് ഗിയർ ബോക്സ് ബെഡാണ് അല്ലേ. ഇത് 3 നമ്മളിപ്പോൾ അഴിച്ച് ഗിയർ ബോക്സ് ബെഡ് മാറ്റി എൻജിൻ ബെഡ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. 1 സൈഡ് ഇപ്പോൾ നമ്മൾ സെറ്റിങ്സ് കഴിഞ്ഞു. ഇനി അപ്പുറത്തെ സൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നല്ല ഗ്യാപ്പുണ്ട്. അതെ, ഈ സൈഡ് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ പെൻഡിങ് ഉള്ളത് നമുക്ക് വാൾ കവർ പാക്കിങ് അഴിക്കണം. പാക്കിങ് അഴിച്ചിട്ട് പാക്കിങ് കൂടെ മാറ്റാം. അപ്പോൾ ഇതിൻ്റെ വാൾ കവർ പാക്കിങ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് നമ്മൾ പുതിയ വാൾ കവർ പാക്കിങ് അതിനകത്ത് കയറ്റണം. ഇതിപ്പോൾ വാൾ കവർ പാക്കിങ് വരുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മൾ അഴിച്ചെടുത്തത് അല്ലേ. ഇത് ഭയങ്കര ഹാർഡായി, അതുകൊണ്ടാണ് ലീക്ക് വരുന്നത്. ഇപ്പോൾ നമുക്കിത് പുതിയത് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വാൾ കവർ പാക്കിങ് കംപ്ലീറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് വാഷ് ചെയ്യണം. ഈ സൈഡ് നേരത്തെ ഒലിച്ച ആ ഒരു ഓയിലിൻ്റെ അംശം ഇതിനകത്തുണ്ട്. അതൊന്ന് കംപ്ലീറ്റ് വാഷ് ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ പുതിയ പാക്കിംഗ് ഇടുമ്പോൾ, ഒറിജിനൽ പാക്കിംഗ് ഇടുമ്പോൾ കൂടുതൽ പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാതിരിക്കും. അപ്പോൾ ഒറിജിനൽ സീലാണെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് അങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം, ഒരു കുഴപ്പവും വരില്ല. എന്താ പറയുക, വേറെ പേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാൻ തന്നെ ബോറായിരിക്കും ഒന്നാമത്തത്. പിന്നെ പേസ്റ്റ് ഇടേണ്ട ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. ഒറിജിനൽ പാക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് പക്കയായിട്ട് സീൽഡായിട്ട് തന്നെ അത് നിൽക്കും അവിടെ. അല്ലാതെ വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം. അതുപോലെ തന്നെ എൻജിൻ ബെഡ് നമ്മളിതിനകത്ത് മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ. എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. നേരത്തെ കംപ്ലയിൻറ്റ് കിട്ടിയിരുന്നത് ഇങ്ങനെ ഒരു സ്ലോ സ്പീഡിൽ, ഇതിപ്പോൾ 3rd പോകുന്നത്. നമ്മളൊരു എന്താ പറയുക, ഗിയറൊക്കെ 2nd 3rd ഇടുമല്ലോ. ആ സമയങ്ങളിലാണ് കൂടുതലും നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിരുന്നത്. കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2nd 3rd മാറി പയ്യൊന്ന് ആക്സിലേഷൻ കൊടുക്കുമ്പോൾ ബോഡി മൊത്തം അങ്ങ് ബ്രന്ന് പറഞ്ഞിട്ടാണ് വണ്ടി ഓടുന്നത്. നല്ല സൗണ്ടാണ്. എന്താ വെച്ചാൽ നമുക്കതൊരു ഇറിറ്റേറ്റിംഗ് സൗണ്ടായിട്ട് നല്ലോണം ഫീൽ ചെയ്യും. അത് 3rd മാത്രമല്ല, 3rd 4th ഇടുമ്പോൾ, 4th 5th ഇടുമ്പോൾ ആ ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ടോർക്കിൽ നമ്മൾ ഇനിഷ്യൽ ആ ഗിയർ ഇട്ടിട്ട് ഇനിഷ്യൽ മൂവ് ചെയ്യുമ്പോഴാണ് ആ സൗണ്ട് ഹെവി ആയിട്ട് നമുക്ക് കേട്ടുകൊണ്ടിരുന്നത്. ബോഡി നല്ലോണം വൈബ്രേറ്റ് ചെയ്യും. നമുക്ക് കസ്റ്റമർക്ക് മെയിൻ കംപ്ലയിൻ്റ് ആയിരുന്നു അത്. എടുത്ത് പറഞ്ഞ കംപ്ലയിൻറ്റ് അതായിരുന്നു. അപ്പോൾ നമ്മളത് എൻജിൻ ബെഡും ഗിയർ ബോക്സും ബെഡും മാറിയപ്പോൾ തന്നെ കംപ്ലയിൻറ്റ് പക്കാ സോൾവ് ആയിട്ടുണ്ട്.
വെച്ചാൽ ആ സൗണ്ടുകൾ കംപ്ലീറ്റും മാറിയിട്ടുണ്ട്. പിന്നെ ഈ നോർമൽ ചെറിയൊരു നമ്മൾ ലോ ടോർക്കിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ അത് എല്ലാ വണ്ടിക്കും ഉള്ളതാണ്, അത് നോർമലായിട്ടുണ്ട്. ഇത് പക്ഷേ എക്സ്ട്രാ സൗണ്ടാണ് വന്നുകൊണ്ടിരുന്നത് നേരത്തെ. നമ്മൾ എന്താ പറയുക, ഒരു തേർഡ് ഗിയറിലൊക്കെ പോയിട്ട് വണ്ടി ഇങ്ങനെ വിടുമ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു അത്. ഇപ്പോൾ ആ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ഒരു നിശ്ചിത ആക്സിലേഷനിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ഒരു 2000-1500 RPM പിടിക്കുമ്പോൾ മാത്രമേ ആ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് സൗണ്ട് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഒന്ന് കൂട്ടി കൊടുത്താലോ ഒന്ന് കമ്മിയാക്കി കൊടുത്താലോ ആ സൗണ്ട് തീരെ തന്നെ അതിനകത്ത് ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ വാൾ കവർ പാക്കിങ് മാറി, ഓയിൽ സർവീസ് ചെയ്തു, ക്ലച്ച് സെറ്റ് മാറി, പിന്നെ അതുപോലെ ഗിയർ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ ഗിയർ ഓയിലാണ് ഇതിപ്പോൾ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ക്ലച്ച് ഇറക്കുമ്പോൾ ഗിയർ ഓയിൽ എന്തായാലും നമ്മൾ അഴിച്ചു വിടുന്ന സമയത്ത് അത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഡിഫറൻഷ്യൽ ഓയിൽ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഓയിൽ അത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ റഫ് റോട്ടിൽ ഓടിക്കുമ്പോൾ ഡോർ പാഡിൻ്റെ ഒക്കെ ചെറുതായിട്ടൊരു സൗണ്ട് വരുന്നുണ്ട്, ഡോർ പാഡിൻ്റെയും സീറ്റിൻ്റെയും. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് എല്ലാം ടൈറ്റ് ചെയ്ത് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൗണ്ടും കൂടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ സൗണ്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നെ ഭയങ്കര രസമായിരിക്കും. ഇതിപ്പോൾ ഞാൻ കണ്ടില്ല, ഇപ്പോൾ തേർഡ് ഗിയറിലാണ് പോകുന്നത്. തേർഡ് ഗിയറിൽ ഞാനിത് 30-35 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നോർമലാണ്. ഇനി നമ്മൾ ഈ ഒരു കിലോമീറ്ററിൽ 35 കിലോമീറ്ററിൽ ഫോർത്ത് ഗിയർ ഇട്ട ഒരു വൈബ്രേഷൻ വരും. അത് നോർമലായിട്ട് ഈ വണ്ടിക്കല്ല, നമ്മുടെ എല്ലാ വണ്ടിക്കും ആ ഒരു വൈബ്രേഷൻ അതിനകത്ത് വരും. ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് കസ്റ്റമർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓടിച്ച് നോക്കുമ്പോഴാണ് വണ്ടി ക്ലച്ചിൻ്റെ റേസിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് കസ്റ്റമർക്ക് ഇൻഫോം ചെയ്തപ്പോൾ അപ്പോൾ തന്നെ അത് മാറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ക്ലച്ച് ഭയങ്കര സ്മൂത്താണ്. നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ എന്താ പറയുക, നല്ലൊരു ഫ്രീ ആയിട്ടാണ് പോകുന്നത്. ക്ലച്ച് പെഡൽ ഉണ്ടാകുന്നുള്ളത് തന്നെ അറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫ്രീ ആണ് ഇപ്പം. നേരത്തെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം ടൈറ്റ് ഉണ്ടായിരുന്നു ക്ലച്ച്. നമുക്ക് ഭയങ്കരമായിട്ട് കാലിലേക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ അതൊന്നുമില്ല, പക്കയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.